ഫുട്ബോൾ ഫ്രണ്ട് ഓൾഡ് ട്രെയിനീസ് അസോസിയേഷൻ ഫോട്ടോ മൂന്നാമത് എഡിഷൻ അക്കാദമി വെറ്ററൻസ് നൈൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കണ്ണൂർ പോലീസ് ടർഫിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 8 മുതൽ 11 വരെയാണ് മത്സരങ്ങൾ നടക്കുക. ലഹരി ഉപയോഗം വ്യാപകമായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഫുട്ബോൾ പോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ കുട്ടികളെ ദുഷ്പ്രവണതകളിൽ നിന്നും അകറ്റാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മഹാവിപത്തുകൾ എതിർക്കണമെങ്കിൽ കായിക മേഖലയ്ക്ക് അതിന് സാധ്യമാകുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പുതിയൊരു പദ്ധതി ആരംഭിച്ചു. 5 ലക്ഷം കുട്ടികളെ കായിക ലോകത്തേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ പദ്ധതി ഇപ്പോൾ നമ്മൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ 1 ലക്ഷം കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ചു കഴിഞ്ഞു. പരിശീലനം എന്നുള്ളത് കുട്ടികളെ പരിചയപ്പെടുത്തുക, ഫുട്ബോൾ പരിചയപ്പെടുത്തുക, അവരെ ബേസിക്കായിട്ട് ഫുട്ബോളിൽ തുടക്കം കുറിക്കാനുള്ള സൗകര്യം ഉണ്ടായിക്കൊടുക്കുക. ഇപ്പോൾ 2ാം ഘട്ടം നമ്മൾ ഈ വേനലവധിക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയെ കായിക മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ ഫുട്ബോളിന് വലിയ രീതിയിലുള്ള റോള് എടുക്കാൻ കഴിയും. അതാണ് കണ്ണൂരിൽ നമ്മുടെ ഈ ടൂർണമെൻറ്റിൽ. ഫുട്ബോൾ ഫ്രണ്ടിലെ പഴയ കാലകളിക്കാരുടെ കൂട്ടായ്മയായ FFOTA അവരുടെ ഗുരുക്കന്മാരായ NT കരുണാകരന്റെയും K കുഞ്ഞിരാമന്റെയും ഓർമ്മയ്ക്കായാണ് ഫുട്ബോൾ നടത്തുന്നത്. ഇത്തരത്തിൽ സംഘടിപ്പിച്ച മൂന്നാമത്തെ ഫുട്ബോൾ ടൂർണമെന്റാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തത്. മത്സരങ്ങൾ നടക്കുന്ന രീതിയിലുള്ള സ്റ്റേഡിയം തളിപ്പറമ്പിൽ അടുത്ത 1.5 മാസത്തിനുള്ളിൽ അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ഈ ഫുട്ബോൾ തന്നെ ഇവിടെ പഴയകാല ഫുട്ബോൾ ട്രെയിനർമാരുടെ കൂട്ടായ്മയാണ് ഈ ഫുട്ബോൾ നടത്തുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഫുട്ബോളിനോടുള്ള കണ്ണൂരിൻ്റെ പ്രേമം, എങ്ങനെയാണ് ഫുട്ബോളിനെ കണ്ണൂരിലെ ജനങ്ങൾ കാണുന്നതെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെ ഈ ചടങ്ങിൽ എത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ചടങ്ങിൽ വി രാജേഷ് പ്രേം സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് CC അഹമ്മദ് നിസാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി S കിഷോർ കുമാർ നന്ദി പറഞ്ഞു. ജഗദീഷ് മാറോളി, K സുനോജ്, MK ഷാജി, MK രാജേന്ദ്രൻ, AM അജിത് കുമാർ, C മനോജ് എന്നിവർ കളിക്കാരെ പരിചയപ്പെടാൻ മന്ത്രിയെ അനുഗമിച്ചു. 8 മുതൽ 11 വരെയാണ് ഫുട്ബോൾ മത്സരം നടക്കുക. അക്കാദമി വിഭാഗത്തിലും വെറ്ററൻസ് വിഭാഗത്തിലും വെവ്വേറെ മത്സരങ്ങളാണ് നടക്കുക. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.